നമ്മള് സ്റ്റെർലൈറ്റ് ഏത് ഏതിൻ്റെത് പഴയതാ? ആ, അത് മാത്രം. ഓക്കെ. ഓക്കെ. നമ്മൾ വായിച്ചു പറയുന്നില്ല, ജസ്റ്റ് നോക്കിയാ കട്ടിംഗ് ടൂളും മെറ്റീരിയലും അതിന്റെ പ്രോപ്പർട്ടി. അപ്പൊ നമ്മൾ കട്ടിംഗ് ടൂളിന്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ആരെയാണ് കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ചിട്ട് നമ്മൾ കട്ടിംഗ് ടൂൾ മാറ്റിക്കൊണ്ടിരിക്കണം. അപ്പൊ കുറച്ച് പ്രോപ്പർട്ടിയും കാര്യങ്ങളും വെച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ പറയുന്നത്. ഓരോന്നായിട്ട് പറയുന്നത് ടഫ്നെസ് ഉണ്ടായിരുന്നു, ഹാർഡ്നെസ്, ഹൈ റെസിസ്റ്റൻസ് വിയർ, ഫ്രിക്ഷണൽ കോഎഫിഷ്യന്റ്, അതുപോലെ കോസ്റ്റ് ആൻഡ് ഈസിനെസ് ഇൻ ഫാബ്രിക്കേഷൻ. ഇതനുസരിച്ചിട്ട് വേണം നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യുന്ന ഒരു കട്ടിംഗ് ടൂളിനെ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ എവല്യൂഷൻ ഓഫ് കട്ടിംഗ് ടൂൾ ഒക്കെ പറയുന്നുണ്ട്, അതൊന്നും നമുക്ക് നോക്കണ്ട. പിന്നെ കട്ടിംഗ് ടൂളിന്റെ മെറ്റീരിയൽ അല്ലേ, നമുക്ക് എന്തിന്റെയൊക്കെ ബേസിസിലാണ് അല്ലെങ്കിൽ മെറ്റൽ കട്ടിങ്ങിന്റെ എൻവയോൺമെന്റ് എന്തിന്റെയൊക്കെ ബേസിസിലായിരിക്കും? ഹീറ്റ്, പ്രഷർ, വിയർ, പിന്നെ അതുപോലെ തന്നെ ഇന്ററപ്റ്റഡ് കട്ട്, ഇതിന്റെയൊക്കെ ബേസിസിലായിരിക്കണം ആ ഒരു കട്ടിങ്ങിന്റെ എൻവയോൺമെന്റ് നമ്മൾ പറയുന്നത്. ഇനി ടൈപ്പ് ഓഫ് ടൂൾ മെറ്റീരിയൽ ഓരോന്നായിട്ട് എടുക്കുകയാണെങ്കിൽ ആദ്യം പറയുന്നത് കാർബൺ സ്റ്റീൽ ആയിരിക്കും. അത് നമുക്ക് ഈസിലി അവൈലബിൾ ആണ്, നമുക്ക് വലിയ ചെലവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഹൈ സ്പീഡ് ആപ്ലിക്കേഷൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള വിയർ റെസിസ്റ്റൻസും അതുപോലെ ഹീറ്റ് ഇതാക്കുന്ന കപ്പാസിറ്റി ഒക്കെ ഇതിനകത്ത് കുറവാണ്. അതുപോലെ ഹൈ കാർബൺ സ്റ്റീൽ ആണ് ഇത് മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്നത്. 0.8നും 1.5% ഇടയ്ക്കായിരിക്കും കാർബണിന്റെ പെർസെന്റേജ് വരുന്നത്. വലിയ ആപ്ലിക്കേഷനിലൊന്നും ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. എന്നാലും നമ്മൾ പറയുന്നുണ്ട് മോസ്റ്റ് കോമൺലി നമ്മൾ ഇതിനകത്തൊക്കെ ഉപയോഗിക്കുന്ന സാധനം ഇതാണ്. കാര്യം എന്നാൽ ചീപ്പർ ആയിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ. ഇനി അതിനുശേഷം അടുത്ത വരുന്ന സാധനമായിരിക്കും ഹൈ സ്പീഡ് സ്റ്റീൽ, HSS ആണ്. ടങ്ഷൻ, ക്രോമിയം, വനേഡിയം എന്നായിരിക്കും ഇതിന്റെ മൂന്നെണ്ണമുള്ള കോൺസ്റ്റിറ്റ്യൂവൻസ് പറയുന്നത്. പിന്നെ ബാക്കി കാർബണും അയണും എന്നുള്ള രീതിയിൽ ബാക്കി പെർസെന്റേജിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അത് ഓൾറെഡി മുന്നേ ഡിസ്കസ് ചെയ്ത സാധനമാണ്. പിന്നെ ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹോട്ട് ഹാർഡ്നെസ് എന്ന് പറഞ്ഞ സാധനം പ്രോപ്പർട്ടി കൂടുതലാണ്. അല്ലെങ്കിൽ ഹോട്ട് ഹാർഡ്നെസ് കൂടുതലെന്നല്ല ഏർപ്പെടുന്നതല്ല, നമ്മുടെ കാർബൺ സ്റ്റീലിനെ അപേക്ഷിച്ചിട്ട് ഇതിന്റെ ഹാർഡ്നെസിന്റെ പ്രോപ്പർട്ടി എന്താണ് എക്സിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ പറ്റുന്ന സാധനമായിരിക്കും. 2 to 3 ടൈംസ് കട്ടിംഗ് സ്പീഡിൽ നമുക്ക് വേണമെങ്കിൽ എന്തിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും? നമ്മുടെ കാർബൺ സ്റ്റീലിനെ അപേക്ഷിച്ച് 2 to 3 ടൈംസ് കട്ടിംഗ് സ്പീഡിലായിരിക്കും ഹൈ സ്പീഡ് സ്റ്റീലിനെ വർക്ക് ചെയ്യിപ്പിക്കേണ്ടത്. നേരത്തെ ആണെങ്കിൽ 12 മീറ്റർ പെർ മിനിറ്റ് ആയിരുന്നു കട്ടിംഗ് സ്പീഡ് നമ്മൾ പറയുന്നെങ്കിൽ അതിന്റെ എത്രയാണ്? 2 to 3 മടങ്ങായിരിക്കും നമ്മുടെ എന്ത് പറയുന്നത്, നമ്മുടെ ഇരിക്കുന്ന ഹൈ സ്പീഡ് സ്റ്റീലിന്റെ ആ ഒരു എന്താ കട്ടിംഗ് സ്പീഡും കാര്യങ്ങളും പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഇതിനകത്ത് ഓരോ പ്രോപ്പർട്ടീസ് ഉണ്ട് അല്ലെ. ടങ്ഷൻ എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഹോട്ട് ഹാർഡ്നെസ് ഇംപ്രൂവ് ചെയ്യിപ്പിക്കുന്നുണ്ട്, മോളിബ്ഡിനം കീൻനെസ് പ്രൊവൈഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്, കൊബാൾട്ട് എന്നറിയപ്പെടുന്നത് നമുക്ക് വിയർ റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി അടുത്തത് CCV എന്നാണ് പറയുന്നത് അല്ലെ. സ്റ്റെല്ലൈറ്റ് എന്നറിയപ്പെടുന്ന നോൺ ഫെറസ് ആണ്. അപ്പൊ അതിനകത്ത് അയണിന്റെ കണ്ടന്റ് കാര്യങ്ങളൊന്നുമില്ല. അത് നോൺ ഫെറസ് ആയിട്ടുള്ള ഒരു അല്ലൈ ആയിരിക്കും സ്റ്റെല്ലൈറ്റ് എന്നറിയപ്പെടുന്നത്. ഈ സ്റ്റെല്ലൈറ്റ് നമ്മൾ എന്താ പറയുന്നത്? കൊബാൾട്ട്, ക്രോമിയം ആൻഡ് ടങ്ഷൻ എന്ന് പറഞ്ഞാൽ CCT അല്ലെ. CCT, കൊബാൾട്ട്, ക്രോമിയം ആൻഡ് ടങ്ഷൻ. അതിന്റെ പെർസെന്റേജും കാര്യങ്ങളൊന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇതാണ്. അപ്പൊ സ്റ്റെല്ലൈറ്റിന്റെ പ്രത്യേകത എന്നറിയപ്പെടുന്ന ഹൈ സ്പീഡ് സ്റ്റീലിനെ അപേക്ഷിച്ചിട്ട് എത്രയായിരിക്കും? ഒരു 2 to 3 ടൈംസോ അല്ലെങ്കിൽ 2 ടൈംസ് ദാൻ ദാറ്റ് ഓഫ് എന്താണ് നമുക്ക് ആ ഒരു കട്ടിംഗ് സ്പീഡിൽ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും സ്റ്റെല്ലൈറ്റ്. ഇത്രയല്ലേ ഉള്ളൂ. ഇനി സ്റ്റെല്ലൈറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് നോൺ മെറ്റൽ ആയിട്ടുള്ള ആപ്ലിക്കേഷന്റെ കട്ടിംഗ് ആയിരിക്കും. ചിലപ്പോൾ റബ്ബറോ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇത് നമ്മൾ മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്നത്. സ്റ്റെല്ലൈറ്റ് ക്ലിയർ അല്ലേ? സ്റ്റെല്ലൈറ്റ് വരെ ക്ലിയർ അല്ലേ? ഓക്കെ. നമുക്ക് അടുത്ത കാർബൈഡ് നോക്കാം. കാർബൈഡ് ദേ ആർ കമ്പോസ്ഡ് പ്രിൻസിപ്പലി ഓഫ് കാർബൺ മിക്സ്ഡ് വിത്ത് അതർ എലമെന്റ്. ഇപ്പൊ കാർബൈഡ് എന്ന പേരിന്റെ പറയുന്നത് തന്നെ ആയിരിക്കും കാർബൺ ആയിരിക്കും അതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയന്റ്. ആ കാർബണിന്റെ കൂടെ ആയിരിക്കും ചിലപ്പോൾ ടങ്ഷനും കാർബണും കൂടെ കയറി വരാം. അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അങ്ങനെ രണ്ട് മിക്സ്ചറുകൾ കയറി വരുന്നത്, കാർബണിന്റെ കൂടെ ഒരു മിക്സ്ചറും കൂടെ കയറി വരുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് ആക്ച്വലി കാർബൈഡ് ഉണ്ടാകുന്നത്. ദ ബേസിക് ഇൻഗ്രീഡിയന്റ് ഓഫ് മോസ്റ്റ് കാർബൈഡ് ഈസ് ടങ്ഷൻ കാർബൈഡ്. നോക്കിയാൽ ബേസിക് ഇൻഗ്രീഡിയന്റ് നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് ടങ്ഷൻ കാർബൈഡ് ഉണ്ട്. ഇത് ഹാർഡ് ആണ്, എക്സ്ട്രീംലി ഹാർഡ് ആണ്. പ്യൂർ ടങ്ഷൻ പൗഡർ ഈസ് മിക്സ്ഡ് അണ്ടർ ഹൈ ഹീറ്റ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് 1500°C ഹീറ്റിലായിരിക്കണം നിങ്ങളുടെ ഇരിക്കുന്ന ആ പ്യൂർ ടങ്ഷന്റെ പൗഡറിനെ കാർബണുമായിട്ട് മിക്സ് ചെയ്യുന്നത്. അപ്പൊ കാർബണിന്റെ റേഷ്യോ നമ്മൾ പറയുന്നത് 94 മുതൽ അതിന്റെ 6% ബൈ വെയിറ്റ്. അതൊന്നും വേണ്ട, ഒന്നും ആവശ്യമില്ല. നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് മാത്രം അറിഞ്ഞാൽ മതി. നമ്മുടെ ഇരിക്കുന്ന ടങ്ഷനെ ആരുമായിട്ട് ഇതാക്കുന്നുണ്ട്? പൗഡർ ചെയ്തിരിക്കുന്ന ടങ്ഷനെ കാർബണുമായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ടങ്ഷൻ കാർബൈഡ് എന്ന് പറഞ്ഞൊരു സംഭവം കിട്ടും. ഈ ടങ്ഷൻ കാർബൈഡിനെ ആയിരിക്കും നിങ്ങൾ കാർബൈഡ് എന്ന് പറഞ്ഞ ഒരു മിക്സർ ആയിട്ട് അല്ലെങ്കിൽ കാർബൈഡ് എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്തായിട്ട് മാറ്റുന്നത്? ഒരു ടൂൾ ആയിട്ട് മാറ്റുന്നത്. The two type of carbide are tungsten and titanium. Both are more wear resistant. അപ്പൊ നമ്മൾ മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്ന ടങ്ഷനും ഉണ്ട്, അതുപോലെ തന്നെ ടൈറ്റാനിയം കാർബൈഡ് ഉണ്ട്. രണ്ടും നല്ല രീതിയിലുള്ള വിയർ റെസിസ്റ്റന്റ് പ്രോപ്പർട്ടി എക്സിബിറ്റ് ചെയ്യുന്ന സാധനമായിരിക്കും അല്ലെ. ടങ്ഷൻ കാർബൈഡ് ആൻഡ് ആരായിരിക്കും നമ്മുടെ ഇരിക്കുന്ന ടങ്ഷൻ ആൻഡ് ടൈറ്റാനിയം എന്നറിയപ്പെടുന്നത് അല്ലെ. ടങ്ഷനും ഉപയോഗിക്കുന്നുണ്ട്, ടൈറ്റാനിയം ഉപയോഗിക്കുന്നുണ്ട്. അതിന് രണ്ട് കാർബൈഡ് എടുക്കുകയാണെങ്കിൽ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞിരിക്കുന്ന എല്ലാത്തിനെക്കാട്ടിയും കുറച്ചുകൂടെ നല്ല ബെസ്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നത്, അതുപോലെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനിൽ ഏറ്റവും നന്നായിട്ടൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നത് ഈ ഒരു കാർബൈഡ് എന്ന് പറഞ്ഞ ഒരു കണ്ടന്റ് ഉള്ള എന്തായിരിക്കും? ടൂൾ മെറ്റീരിയൽ ആയിരിക്കും. ഇനി നോക്കാം, അടുത്ത സാധനം പറയാം, കോട്ടഡ് കാർബൈഡ്. അതാണ് നമ്മൾ CVD അതുപോലെ തന്നെ PVD എന്നൊക്കെ പറഞ്ഞിട്ട് കോട്ട് ചെയ്തിരിക്കുന്ന കാർബൈഡ് ആണ് CVD PVD. അതായത്
കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ വഴി കോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫിസിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ വഴി കോട്ട് ചെയ്യാം. അങ്ങനത്തെ ടൈപ്പ് ഓഫ് കാർബൈഡുകളായിരിക്കും കോട്ടഡ് കാർബൈഡ് എന്നറിയപ്പെടുന്നത്. കോട്ടഡ് കാർബൈഡിന്റെ പ്രത്യേകത എന്നറിയപ്പെടുന്നത് ഇതിനൊരു സബ്സ്ട്രേറ്റും കാണും, ഒരു കോട്ടിംഗ് ലെയർ കാണും. എന്തൊക്കെ കാണും? ഒരു സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞ സാധനം കാണും, ഒരു സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞ സാധനം കാണും. ഇതിനെ സബ്സ്ട്രേറ്റ് എന്ന് പറയും. അതുപോലെ തന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരു കോട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരു ലെയർ ഓഫ് സാധനം കൂടെ കാണും. Okay, substrate for toughness having hard material and a soft material. അപ്പൊ നോക്കിയേ, substrate for hard toughness having hard material and soft. ഇപ്പൊ കോബാൾട്ട് കാർബൈഡ് എന്നൊക്കെയാണെങ്കിൽ കോബാൾട്ട് പ്ലസ് കാർബൈഡ് എന്നായിരിക്കും പറയുന്നത്. അപ്പൊ അതിനെ നമ്മൾ കോട്ടിംഗ് ലെയർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനം എന്ത് തന്നെയായിരിക്കും? എപ്പോഴും കാർബൺ തന്നെയായിരിക്കും, അല്ലെങ്കിൽ കാർബൈഡ് തന്നെയായിരിക്കും, ലെയർ ഓഫ് കാർബൈഡ് തന്നെയായിരിക്കും ഒരു കോട്ടിംഗ് മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി സബ്സ്ട്രേറ്റ് എന്നറിയപ്പെടുന്ന സാധനമായിരിക്കും ഈ ഒരു കൊബാൾട്ട് അങ്ങനെയുള്ള സാധനം, അല്ലെങ്കിൽ ആ ഒരു മിക്സറിലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനമായിരിക്കും കൊബാൾട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സാധനമായിരിക്കും സബ്സ്ട്രേറ്റ്. അതിന്റെ കൂടെ കോട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്താ ഉപയോഗിക്കുന്നത്? നമ്മുടെ കാർബൺ തന്നെയായിരിക്കും. അങ്ങനെ കിട്ടുന്ന സാധനമായിരിക്കും ഈ ഒരു കോട്ടഡ് കാർബൈഡ് എന്നറിയപ്പെടുന്നത്. ഇതെന്താ പ്രത്യേകം എന്താണ്? പെർഫോം വെൽ ഓൺ ഓൾ വർക്ക് മെറ്റീരിയൽ, എല്ലാ വർക്ക് മെറ്റീരിയലും നമുക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ബെറ്റർ ഇമ്പാക്ട് സ്ട്രെങ്ത് ടു റെസിസ്റ്റൻസ് ഫ്രാക്ചർ, അല്ലെ? നമുക്ക് പെട്ടെന്ന് രീതിയിൽ ഉണ്ടായിരുന്ന ആ ഒരു ഇമ്പാക്ട് സ്ട്രെങ്ത് എന്താ പറയുന്നത്? ആക്ച്വലി ഇമ്പാക്ട് സ്ട്രെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ടഫ്നെസ് ആണ്, അല്ലെ? പ്രോപ്പർട്ടി എന്നറിയപ്പെടുന്ന ടഫ്നെസ് ആയിരിക്കും പറയുന്നത്. അപ്പൊ ഇതിന് നല്ല ടഫ്നെസ് പ്രോപ്പർട്ടി ഉണ്ട്. അതിനാണ് കുറച്ചുകൂടെ ബെസ്റ്റ് ആയിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത്. പെർഫെക്റ്റ് അല്ലെങ്കിൽ ബെറ്റർ ഇമ്പാക്ട് സ്ട്രെങ്ത് ടു റെസിസ്റ്റൻസ് ഫ്രാക്ചർ, അല്ലെ? പെട്ടെന്ന് വരുന്ന ഒരു പൊട്ടലോ ഇത് വരുന്നതിനെ പെട്ടെന്ന് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഇമ്പാക്ട് സ്ട്രെങ്ത് ഇതിനകത്ത് എക്സിബിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് കോട്ടഡ് കാർബൈഡിന് പറ്റും. ഇനി അലോ ഗുഡ് കോട്ടിംഗ് അഡിഷൻ, അല്ലെ? ആ ഒരു ഇതില് അഡിഷനും കൊഹിഷൻ എന്ന് പറഞ്ഞ രണ്ട് പ്രോപ്പർട്ടി ഇല്ലേ? അഡിഷനും കൊഹിഷൻ, അതായത് രണ്ട് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ വരുമ്പോഴായിരിക്കും അഡിഷൻ അല്ലെങ്കിൽ അഡിസീവ് എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി വരുന്നത്. സെയിം ടൈപ്പ് ഓഫ് മെറ്റീരിയൽ വരുന്ന സാധനത്തിന് കൊഹിഷൻ എന്നായിരിക്കും പറയുന്നത്. അപ്പം ഇതിൽ ഗുഡ് കോട്ടിംഗ് അഡിഷൻ, അല്ലെ? അപ്പൊ രണ്ട് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ്, അല്ലെ? സബ്സ്ട്രേറ്റും അതുപോലെ തന്നെ ഒരു കോട്ടിംഗ് ആണ് വരുന്നതുകൊണ്ട് ഇത് രണ്ട് മെറ്റീരിയൽ തമ്മിൽ നല്ലൊരു അഡിസീവ് അല്ലെങ്കിൽ നല്ലൊരു ബോണ്ട് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നല്ലൊരു അഡീഷണൽ പ്രോപ്പർട്ടി ആയിരിക്കും വരുന്നത്. കോട്ടഡ് കാർബൈഡ് ക്ലിയർ ആണോ? വെറും കാർബൈഡിൽ നിന്നും കോട്ടഡ് കാർബൈഡിൽ നിന്നുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ ആയിട്ടുള്ള ഒരു കോട്ടിങ്ങും കാര്യങ്ങളും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ കോട്ടിംഗ് എന്നറിയപ്പെടുന്നത് കാർബൈഡിന്റെ കോട്ടിംഗ് കൂടെ വരുന്നുണ്ട്. ആ കേട്ടില്ല, കൂടുതലാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കോട്ടിംഗ് കൂടെ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്ത് വരികയാണ്, അല്ലെ? ഒരു കോട്ടിംഗ് കൂടെ ആഡ് ചെയ്യുന്നത്. എന്തിന്റെ കോട്ടിംഗ്? എഗെയിൻ ഒരു കാർബണിന്റെ ഒരു കോട്ടിംഗ് കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? നല്ല രീതിയിലുള്ള ഒരു സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നാണ് പറയുന്നത്. വെറുതെ കാർബൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടങ്സ്റ്റൺ കാർബൈഡോ അല്ലെങ്കിൽ ടൈറ്റാനിയം കാർബൈഡ് ആയിരിക്കും. ഇത് പറയുന്ന അടുത്ത സാധനം കൊബാൾട്ട് പ്ലസ് കാർബൈഡ് എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു മിക്സറിനകത്ത് കയറി വരിക. അപ്പൊ ആ ഒരു സാധനത്തിൽ കൊബാൾട്ട് കാർബൈഡോ അങ്ങനെയൊക്കെ വരുന്ന സാധനമായിരിക്കും ഈ ഒരു കോട്ടഡ് കാർബൈഡിന്റെ ഒരു മിക്സർ ആയിട്ട് വരിക. ക്ലിയർ അല്ലേ? ഇനി അതിനുശേഷം അടുത്ത നമ്മൾ ഉപയോഗിക്കുന്ന സാധനമായിരിക്കും സെറാമിക്സ്. എന്താ പറയുക? സെറാമിക്സ്. The latest development in the metal cutting tool uses aluminum oxide, generally referred to as ceramics. അതായത് ഈ ഒരു സാധനത്തിനകത്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന ആ ഒരു മിക്സർ ഓഫ് സാധനത്തിനെ പറയുന്ന പേരായിരിക്കും, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലുമിനിയം ഓക്സൈഡ്, അല്ലെ? Al2O3 എന്നായിരിക്കും നമ്മൾ അലുമിനിയം ഓക്സൈഡിന് എഴുതുക, അല്ലെ? കെമിക്കലി നമുക്ക് എഴുതുന്ന Al2O3 എന്നായിരിക്കും. അതായത് അലുമിനിയം ഓക്സൈഡ് കയറി വരുന്ന അല്ലെങ്കിൽ അലുമിനിയം ഓക്സൈഡിന്റെ പാർട്ടിക്കിൾ എല്ലാം കൂടെ കയറി വന്നിട്ട് അതിനെ നിങ്ങൾ ഒരു പർട്ടിക്കുലർ പ്രോസസ്സ് സിന്ററിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും പ്രോസസ്സുകൾ പറയുക. അപ്പൊ അത് വേണ്ട, നമുക്ക് ചുമ്മാ കേട്ട് വെച്ചാൽ മതി. ഈ അലുമിനിയം ഓക്സൈഡിനെ ഒരു മോൾഡിൽ ഇട്ടതിന് ശേഷം എന്ത് ചെയ്യുക? ഒരു പ്രസ്സിംഗ് ഒരു സിന്ററിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അതിന്റെ എന്ത് കിട്ടുക? കുഞ്ഞു കുഞ്ഞു പീസ് ഓഫ് കട്ടിംഗ് ടൂളിന്റെ രൂപത്തിലുള്ള സാധനം കിട്ടുക. ആ കട്ടിംഗ് ടൂൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് എന്ത് വേണമെങ്കിലും കട്ട് ചെയ്യാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ അത്തരത്തിലുള്ള സാധനമായിരിക്കും സെറാമിക്സ്. അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കമ്പൗണ്ട് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ അലുമിനിയം ഓക്സൈഡ് ആയിരിക്കും, Al2O3. ഇതാണ് നമ്മൾ സെറാമിക്സ് ആയിട്ട് പറയുന്നത്. ഇനി കോമ്പാക്ടിങ് അലുമിനിയം ഓക്സൈഡ് പൗഡർ ഇൻ എ മോൾഡ് അറ്റ് 280 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ഓർ മേക്ക് മോർ സെറാമിക് ടൂൾസ്. നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു അലുമിനിയം ഓക്സൈഡിന്റെ പൊടിനെ എടുത്തിട്ട് ഒരു മോൾഡിനകത്ത് ഇടുക. ഈ ഒരു പർട്ടിക്കുലർ എന്താണ് ഒരു പ്രഷറിലായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ആ സെറാമിക് ടൂളിനെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ദ പാർട്ട് ഈസ് ദെൻ സിന്റേർഡ്. കണ്ട, സിന്ററിംഗ് എന്ന് പറഞ്ഞ ആ ഒരു പ്രോസസ്സിനെ പറയുന്നത്. സിന്ററിംഗ് ചെയ്യുന്നത് എത്രയായിരിക്കും? 2200 ഡിഗ്രി സെൽഷ്യസിൽ നിങ്ങൾ സിന്റർ ചെയ്യുമ്പോഴത്തേക്കായിരിക്കും ഈ ഒരു സാധനത്തിന് കോൾഡ് പ്രസ്സിംഗ് എന്നായിരിക്കും പറയുന്നത്. സിന്റർ ചെയ്തിട്ട് കിട്ടുന്ന ആ ഒരു പ്രോസസ്സിനെ കോൾഡ് പ്രസ്സിംഗ്. നിങ്ങൾ അറിയേണ്ട സാധനം എന്ന് പറയപ്പെടുന്നത് വേറെ ഒന്നുമില്ല, സെറാമിക്സ്. ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അലുമിനിയം ഓക്സൈഡ്. ആ അലുമിനിയം ഓക്സൈഡിനെ എന്ത് ചെയ്തു? അലുമിനിയം ഓക്സൈഡിനെ ഭയങ്കര ഹൈ പ്രഷറിൽ ഇട്ടതിന് ശേഷം ഒരു മോൾഡിൽ ഇട്ട് ഇതാക്കിയതിന് ശേഷം ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ അതിനെ സിന്ററിംഗ് ചെയ്ത് വെക്കുന്നുണ്ട്. ആ സിന്ററിംഗ് അതായത് ഒരു പ്രോസസ് ആണ് കേട്ടോ. സിന്ററിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ് ആണ്. അത് ചെയ്ത് അല്ലെങ്കിൽ കോൾഡ് പ്രസ്സിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് പ്രോസസ് ആണ്. എനിക്ക് വലിയ ഇതില്ല, നമുക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കാന്നേ ഉള്ളൂ. സിന്ററിംഗ് ഈ പ്രസ്സിംഗ് ഒക്കെ പോലത്തെ ഇരിക്കുന്ന സാധനം തന്നെയാണ്. ഈ മോൾഡിങ്ങും പ്രസ്സിങ്ങും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഉദ്ദേശിക്കുന്നത് സെന്ററിങ്. അന്ന് ഇവിടെ നോക്കിയിട്ടുണ്ടായിരുന്നു, ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നില്ല. അതായത് അടിച്ചു പരത്തുക ആ സാധനമല്ലേ കോമ്പാക്ഷൻ. കോൾഡ് പ്രസ് അത് തന്നെയായിരിക്കും ഉദ്ദേശിച്ചത്.
പ്രഷർ ഓർ ഹീറ്റ്. ഉരുക്കാതെ, ഉരുക്കാതെ, അതെ അതെ ശരിയാണ്. ഉരുക്കാതെ നമ്മൾ അതിനെ ഒരു പ്രഷർ അപ്ലൈ ചെയ്തിട്ട് ഇതാക്കുന്നത്. അതായത് ഉരുക്കുന്നില്ല, പകരം എന്ത് ചെയ്യുന്നു, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ നല്ലൊരു പ്രഷറിൽ നിങ്ങളൊന്ന് എന്താണ് കോമ്പാക്ട് ചെയ്യിപ്പിക്കുക, അതായത് ഒന്ന് അടിച്ച് ഇതാക്കുന്നത്, അതായത് ഉറപ്പിക്കുന്ന രീതിയിൽ. ആ മെൽറ്റ് ചെയ്യാണ്. സെറാമിക്കിനെ നിങ്ങൾ ഉരുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ ഇതിനെ കോൾഡ് പ്രസ്സിങ്, അതിനാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഹോട്ട് പ്രസ്സിങ്ങും കോൾഡ് പ്രസ്സിങ് എന്നുകൊണ്ട് രണ്ടാണ് പ്രോസസ്സ് വരുന്നത്. ഈ ഒരു കോൾഡ് പ്രസ്സിങ് എന്ന് ഉദ്ദേശിക്കുന്നത് സെപ്പറേറ്റ് ഹീറ്റിന്റെ ആവശ്യവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇവിടെ ഒരു 2200°C എന്ന് പറഞ്ഞ സാധനം കൊടുത്തിട്ടുണ്ട് കേട്ടോ, സിൻഡറിങ് എന്ന് പറഞ്ഞ സാധനം. ഓക്കെ, ഈ ഒരു സാധനത്തിന് സെറാമിക്സ് വലുതായിട്ട് അധികം നമ്മൾ ഇത് നോക്കണ്ട, ഇതൊന്നും ഓർമ്മ നിൽക്കത്തില്ല. ഇതിപ്പം ഓർമ്മ നിന്നാൽ അത്ര നല്ലത്, ഓർമ്മ നിൽക്കാൻ സാധ്യത കുറവായിരിക്കും. എന്നാലും നോക്കാം, ഓർമ്മിച്ച് വെച്ചിരിക്കുക. സിൻഡറിങ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സാധനം സെറാമിക്സ് എന്ന് ഓർമ്മിച്ച് വെക്കുക കേട്ടോ. സിൻഡറിങ് പറയുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സാധനം എന്താണെന്ന് അടുത്തായിരിക്കും ചോദ്യം ചോദിക്കുന്നത്. അപ്പം അത് പറയാതിരിക്കുന്നത്, അല്ലെ അറിയാമെങ്കിൽ പറയുക, അല്ലെങ്കിൽ പിന്നെ വെറുതെ വിടുക. Ceramic tool material are made in the form of a tip that can be clamped on metal shank. അല്ലെ, മെറ്റൽ ഷാങ്കിന്റെ പുറത്ത്, അതായത് ടോട്ടൽ ഒരു വലിയൊരു പീസ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റത്തില്ല. വലിയ ഭയങ്കര റേറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, കുഞ്ഞു കുഞ്ഞു ടിപ്പിന്റെ രൂപത്തിലായിരിക്കും വരുന്നത്. ആ ടിപ്പിനെ ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ആ മെറ്റൽ ഷാങ്കിന്റെ പുറത്ത് ചേർത്ത് വെക്കുന്നത്. അല്ലെ, the tool have a low conductivity and extremely high compressive strength. അപ്പം ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്നറിയപ്പെടുന്നത് ഇദ്ദേഹത്തിന്റെ കണ്ടക്ടിവിറ്റി ഭയങ്കര കുറവായിരിക്കും, പക്ഷെ ഹൈ കംപ്രസീവ് സ്ട്രെങ്ത്, ഏറ്റവും നല്ല രീതിയിലുള്ള കംപ്രസീവ് സ്ട്രെങ്ത്, അല്ലെ, കംപ്രഷൻ വരുന്നതിന് താങ്ങാനുള്ള സാധ്യത ഭയങ്കര കൂടുതലായിരിക്കും. സെറാമിക്സ് എന്ന് പറഞ്ഞ സാധനത്തിന് എന്താണ് ഇത്, എന്താണ് കോമ്പാക്ഷൻ വഴി പുറത്തോട്ട് വരുന്ന സാധനം ആയതുകൊണ്ട് തന്നെ ഇതിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് ഭയങ്കര കൂടുതലായിരിക്കും. അതേസമയം ഇതിന്റെ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ കുറവാണ്. ദേ ആർ ക്വൈറ്റ് ബ്രിട്ടിൽ ആൻഡ് ഹാവ് എ ലോ ബെൻഡിങ് സ്ട്രെങ്ത്. അതല്ലേ, നമുക്ക് തൊട്ട് മുമ്പ് ഒരു സാധനം പറയുകയാണെങ്കിൽ കംപ്രസീവ് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ബെൻഡിങ് സ്ട്രെങ്ത് എന്ന് അറിയപ്പെടുന്ന കുറവായിരിക്കും. അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്, അല്ലെ, ബ്രിട്ടിൽ ആവാനുള്ള സാധ്യതയുണ്ട്. ദേ ക്യാൻ വിസ്റ്റാൻഡ് ദ ടെമ്പറേച്ചർ അപ് ടു, ചുമ്മാ ഒന്ന് കേട്ട് വെച്ചിട്ട് 1200°C വരെയുള്ള ടെമ്പറേച്ചറിന് ഇതിനെ എന്താണ് ഇതിൽ നിങ്ങൾക്ക് കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചത് കാർബൈഡ് ആണെങ്കിൽ കാർബൈഡിനെ അപേക്ഷിച്ചിട്ട് 4 times than that of a carbide, അല്ലെ, കാർബൈഡിനെ അപേക്ഷിച്ചിട്ട് 4 മടങ്ങ് കട്ടിംഗ് സ്പീഡിൽ ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും. അതിനും തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചത് HSS ആണ്, അതിന്റെ കട്ടിങ് എത്രയായിരിക്കും, 40 മടങ്ങ് എന്താണ് കട്ടിംഗ് സ്പീഡിൽ ഇതിനെ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും. ഇപ്പൊ പറയുന്ന സെറാമിക്സ് ആണ്, അല്ലെ, സെറാമിക്സിന്. ടു ഗീവ് ദം ഇൻക്രീസ്ഡ് സ്ട്രെങ്ത് ഓഫൺ സെറാമിക് വിത്ത് മെറ്റൽ ബോണ്ട് നോർ ആസ് സെർമെറ്റ്സ്. അപ്പം സെറാമിക്കിന്റെ കൂടെ ഒരു മെറ്റൽ ബോണ്ടിങ്ങും കൂടെ വരികയാണെങ്കിൽ നിങ്ങൾ അതിനെ പറയുന്ന പേരായിരിക്കും സെർമേറ്റ്സ്. ഈ സെർമേറ്റ്സിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടെ ഈ സ്ട്രെങ്ത്, സെറാമിക്സിന്റെ കട്ടിങ് കുറച്ചുകൂടെ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിലായിരിക്കും സെർമേറ്റ്സ് എന്ന് പറഞ്ഞ സാധനം കൂടെ കയറി വരിക. അതിനകത്ത് മെറ്റലിന്റെ ബോണ്ടും കൂടെ കയറി വരും, എക്സ്ട്രാ ആയിട്ടുള്ള ഒരു മെറ്റലും കൂടെ ആഡ് ചെയ്തിട്ട് മെറ്റലിന്റെ ബോണ്ടും കൂടെ കയറി വരികയാണെങ്കിൽ അതിനായിരിക്കും സെർമേറ്റ്സ് എന്നറിയപ്പെടുന്നത്. ഹീറ്റ് കണ്ടക്ടിവിറ്റി ഓഫ് സെറാമിക്സ് ബീയിങ് വെരി ലോ, ദ ടൂൾസ് ആർ ജനറലി യൂസ്ഡ് വിത്തൗട്ട് കൂളന്റ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം. അപ്പം സെറാമിക്കുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സാധനം ചോദിക്കാം, കൂളന്റ് വേണ്ടാത്തത്, അല്ലെ, കൂളന്റ് വേണ്ടാത്ത ഏത് കട്ടിംഗ് ടൂൾ ആണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് എന്ന് പറഞ്ഞ സാധനം. അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴ് ഒരു കട്ടിംഗ് ഇതാവുന്നു, ആ ഒരു സമയത്ത് എന്ത് ചെയ്യുന്നുള്ള കൂളന്റ് നിങ്ങളെ ഇല്ലെങ്കിൽ ഏത് കട്ടിംഗ് ടൂൾ ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് അറിയേണ്ട ഒരു സാധനം ഇതാണ്, അല്ലെ, സെറാമിക്സ് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്താൽ മതി. അവിടെ കൂളന്റെ കാര്യങ്ങളൊന്നുമില്ല. കാര്യം എന്ന് പറഞ്ഞത് ഇതിന്റെ ഹീറ്റ് കണ്ടക്ടിവിറ്റി ഓഫ് ദ സെറാമിക്സ് വെരി ലോ, അല്ലെ, ഹീറ്റ് കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞ സാധനം, അല്ലെ, ഹീറ്റിനെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതിന്റെ പ്രോപ്പർട്ടി ഭയങ്കര കുറവായതുകൊണ്ട് തന്നെ എന്താണ് കണ്ടക്ടിവിറ്റി വന്നാൽ മാത്രമല്ല എന്ത് ചെയ്യത്തുള്ളൂ, ആ ഒരു ഹീറ്റ് ട്രാൻസ്ഫറും കാര്യങ്ങളും നടക്കത്തുള്ളൂ. അപ്പൊ അവിടെ ഒരു ഭയങ്കര രീതിയിലുള്ള ചൂട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ എഗെയിൻ നിങ്ങൾക്ക് എന്ത് ചെയ്ത് കൂളന്റിന്റെ പർപ്പസ് ഉള്ളൂ. അപ്പൊ ഇവിടെ കൂളന്റ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി തീരെ ഇല്ല, അല്ലെ, തീരെ ഇല്ലാത്തതുകൊണ്ട് തന്നെ സെറാമിക്സിന്റെ അവിടെ നിങ്ങൾക്ക് കൂളന്റ് ഉപയോഗിക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ, സെറാമിക്സ് ക്ലിയർ അല്ലേ? സെറാമിക്സ് കഴിഞ്ഞാൽ അടുത്ത് വരുന്ന സാധനം സെർമെറ്റ്സ്. സെർമെറ്റ്സ് എന്ന് പറയപ്പെടുന്നത് സെറാമിക് കൂടെ എന്തും കൂടെ വരും, മെറ്റലും കൂടെ വരും, അല്ലെ, മെറ്റലിന്റെ ബോണ്ടും കൂടെ വരികയാണെങ്കിൽ സെറാമിക്സിന്റെ പ്രോപ്പർട്ടി എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മെറ്റലിന്റെ സ്ട്രെങ്ത്തും കാര്യങ്ങളും കൂടെ കുറച്ചുകൂടെ എക്സിബിറ്റ് ചെയ്യുന്ന സാധനമായിരിക്കും ഈ സെറാമിക്സ്, സെർമെറ്റ്സ് എന്ന് പറഞ്ഞ സാധനം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സെർമെറ്റ്സ് എടുക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഹാർഡ്നെസിന്റെ പ്രോപ്പർട്ടി ഇംപ്രൂവ് ചെയ്യും. അതുപോലെ തന്നെ ഹോട്ട് ഹാർഡ്നെസ് എന്ന് പറഞ്ഞ സാധനം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ടു ഓക്സിഡേഷൻ, അല്ലെ, ഓക്സിഡേഷന്റെ പ്രോപ്പർട്ടി നമുക്ക് ഇതാക്കുന്നുണ്ട്. അതുപോലെ ഫ്രിക്ഷന്റെ പ്രോപ്പർട്ടി കുറവാണ്. ഓക്കെ, സെർമാറ്റ്സ് എടുക്കുകയാണ്, ഹാർഡ്നെസ് കൂടുതലാണ്, ഹോട്ട് ഹാർഡ്നെസ് കൂടുതലാണ്. അതുപോലെ ഓക്സിഡേഷന്റെ പ്രോപ്പർട്ടി, അല്ലെ, ഓക്സിഡേഷൻ, അതായത് ഇതിനെ തുറന്നു വെക്കുന്ന സമയത്ത് തുരുമ്പ് പോലുള്ള കാര്യങ്ങളൊന്നും അടിക്കത്തില്ല. അപ്പൊ അതുള്ള സാധനമായിരിക്കും ഓക്സിഡേഷൻ എന്നറിയപ്പെടുന്നത്. അതിന്റെ ഓക്സിഡേഷന്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഓക്സിഡേഷന്റെ പ്രോപ്പർട്ടി എന്നറിയപ്പെടുന്നത് നല്ല രീതിയിൽ ഇത് റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫ്രിക്ഷന്റെ അളവ് കുറവാണെന്ന് പറഞ്ഞു.
ഇനി അഡ്വാൻറ്റേജ്, ഇതിപ്പം തൊട്ട് മുന്നേ പറഞ്ഞത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സെർമൈറ്റ്സ് ആണ്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് അറിയപ്പെടുന്ന എഫിഷ്യൻസി കൂടുതലാണ്, ലോങ്ങർ ലൈഫ് ആണ്, ലാർജ് ബാച്ച് ആണ്, അവോയ്ഡ് ബിൽട്ടപ്പ് എഡ്ജ് അല്ലെ, ബിൽട്ടപ്പ് എഡ്ജ് ഫോം ചെയ്യിപ്പിക്കുന്നതിന്റെ അളവ് കുറവായിരിക്കും. ഇത് നോക്കാം കേട്ടോ, ബിൽട്ടപ്പ് എഡ്ജ്. സർഫസ് ഫിനിഷിന്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. ഇത് അഡ്വാൻറ്റേജ് ഓഫ് ഇതാണ്. സെർമൈറ്റ്സ് ഹാവിംഗ് ദ പ്രോപ്പർട്ടി ഓഫ് ഹയർ കട്ടിംഗ് സ്പീഡ് ആൻഡ് വിയർ റെസിസ്റ്റൻസ് വിച്ച് ഇനേബിൾ ദ ഹാർഡ് പാർട്ട് ടേണിംഗ് അല്ലെ, എന്തെങ്കിലും നിങ്ങളുടെ ഒരു ഹാർഡ് പാർട്ട് ഉണ്ടെങ്കിൽ ആ ഹാർഡ് പാർട്ടിനെ ടേൺ പറയാം 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 പറ്റി പിടിക്കുന്നത് ബിൽട്ടപ്പ് എഡ്ജ് എന്ന് പറഞ്ഞ സാധനം, ടൂൾ പറ്റി പിടിക്കുന്നത് ബിൽട്ടപ്പ് എഡ്ജ് ഫോർമേഷൻ. അതായത് നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ഇതാണ് പറയുന്നത് അല്ലെ, നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ചിപ്പാണ് നമുക്ക് ഫോം ചെയ്യുന്നത്. എന്തൊക്കെ ടൈപ്പ് ചിപ്പുകൾ ഫോം ചെയ്യുന്നുണ്ട്? കണ്ടിന്യൂസ് ആയിട്ടുള്ള ചിപ്പും ഉണ്ട്, അതുപോലെ തന്നെ ആ കേട്ടില്ല, ഡിസ്കണ്ടിന്യൂസ് അല്ലെങ്കിൽ സെഗ്മെന്റിൽ. അപ്പൊ ഇതെന്താ ചെയ്യുന്നത്? കണ്ടിന്യൂസ് ചിപ്പ് ആണെങ്കിൽ നമുക്ക് വേറെ അങ്ങനെ ഒരു സംഗതി ഫോം ചെയ്യേണ്ട ആവശ്യമില്ല. അതേസമയം മറ്റേതാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? തെറിച്ച് വീണിട്ട് ഇതിന്റെ പുറത്ത് തന്നെ ഒന്ന് വെൽഡ് ആയിട്ട് അങ്ങനെ ഇരിക്കും. ഇതായിട്ട് വരുന്ന സമയത്ത് വെൽഡ് ആയിട്ടിരിക്കും. അപ്പോഴങ്ങനെ ഇതാവുന്ന സമയത്ത് ഈ കട്ടിംഗ് എഡ്ജിന്റെ അവിടെ എന്താ പ്രത്യേകത വരുന്നത്? കട്ടിംഗ് എഡ്ജിന്റെ അവിടെ ഇത് വെൽഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഇതിന്റെ പുറത്ത് ഇങ്ങനെ ഒരു എഡ്ജ്, പുതിയൊരു എഡ്ജ് പോലെ അല്ലെങ്കിൽ പുതിയൊരു കട്ടിംഗ് എഡ്ജിന്റെ പുതിയൊരു സാധനം പോലെ ഫോം ചെയ്യുന്നുണ്ട്. ആ സാധനത്തിനായിരിക്കും ബിൽഡപ്പ് എഡ്ജ് എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇവിടെ ഹീറ്റ് ഓഫ് കണ്ടക്ഷനോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും വരാതിരുന്നു കഴിഞ്ഞാൽ എന്താ പ്രത്യേകത വരുന്നത്? ഇതിന്റെ പുറത്ത് ഒരു ബിൽഡപ്പ് എഡ്ജ് ഫോം ചെയ്യേണ്ട ആവശ്യമില്ല. മറ്റേതാകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ആ കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഹീറ്റിന്റെ ഫോർമേഷൻ വരുന്നതുകൊണ്ടോ ആണ് നമുക്ക് സാധാരണ രീതിയിലുള്ള ഒരു ടൂളിന്റെ പുറത്ത് ഒരു എഡ്ജ് പോലെ ഫോം ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ആ ചിപ്പ് വീണിട്ട്. ഇവിടെ അതിന്റെ ഒന്നും ആവശ്യമില്ല. കാര്യം നമ്മൾ ഉപയോഗിക്കുന്നത് സെറാമിക്സിന്റെ മെറ്റീരിയൽ ആയിരുന്നു. സെറാമിക്സ് നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു, ഇതിന്റെ ഹീറ്റ് എന്ന് പറയുക അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി ഭയങ്കര കുറവാണ്. ഇവിടെ നമ്മൾ പറയുന്ന സെർമൈറ്റ്സ് ആണെങ്കിൽ പോലും നമ്മുടെ സെറാമിക്സിന്റെ മെറ്റീരിയൽ ആണല്ലോ മേജർ ആയിട്ടുള്ള കണ്ടന്റ് വരുന്നത്. അതിന്റെ കൂടെ മെറ്റലിന്റെ ബോണ്ടും കൂടെ വരുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ ഒരു കാരണത്താൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനകത്ത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഹീറ്റ് കാര്യങ്ങളൊന്നും ഫോം ചെയ്യാത്തതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അളവ് കുറവായതുകൊണ്ട് തന്നെ ഇതിനകത്ത് വരുന്ന ചിപ്പ് ചേർന്നിട്ട് വെൽഡ് ആയിട്ടിരുന്നിട്ട് പുതിയൊരു എഡ്ജ് പോലെ ഫോം ചെയ്യുന്നതിന്റെ അളവ് കുറവായിരിക്കും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ, അവോയ്ഡ് ബിൽഡപ്പ് എഡ്ജ്. ക്ലിയർ അല്ലേ? നമുക്ക് ഇത്രയും ഡീറ്റെയിൽ ഒന്നും നോക്കണ്ട, ചുമ്മാ മെറ്റീരിയലിന്റെ ചുമ്മാ ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങളിപ്പം ഇതിനകത്ത് അതായത് നമ്മുടെ വർക്ക്ഷോപ്പിൽ യൂസ് ചെയ്യുന്ന കട്ടിംഗ് ടൂളിന്റെ മെറ്റീരിയൽ ഏതൊക്കെയാണ് എന്നുള്ള ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അതുമായിട്ട് വെച്ച് കാച്ച് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതായത് കട്ടിംഗ് ടൂളിന്റെ മെറ്റീരിയലിന്റെ സെലക്ഷന്റെ കാര്യങ്ങൾ നോക്കി, അതുപോലെ തന്നെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് കട്ടിംഗ് ടൂളുകൾ ഏതൊക്കെയാണെന്ന് നോക്കി. ഇപ്പം അല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണെന്നുള്ള സാധനം വിട്, അല്ലാതെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയെന്ന് തോന്നുന്നു. ക്ലിയർ ആണോ? ഇത് അവിടെ ഇരിക്കട്ടെ, ഈ സാധനം അവിടെ ഇരിക്കട്ടെ. ഇത് എത്ര നോക്കട്ടെ? ഡയമണ്ട് നോക്കിയാൽ ഡയമണ്ട് ഇതും കൂടെ നോക്കിയിട്ട് നമുക്ക് ചലിക്കാം. Diamond നോക്കാം. Diamond is the hardest known material that can be run at a cutting speed about 50 times greater than that of HSS tool, 5 to 6 times to life of that of a carbide. അപ്പൊ നമ്മൾ കാർബൈഡിനെ അപേക്ഷിച്ചിട്ട് അല്ലെ, നമ്മൾ കാർബൈഡ് ആണ് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷെ കാർബൈഡിനെ കാട്ടിയും കുറച്ചുകൂടെ നല്ല രീതിയിൽ അല്ലെ 5 മുതൽ 6 മടങ്ങ് നമുക്ക് സ്പീഡിൽ കട്ടിംഗ് സ്പീഡിൽ ഡയമണ്ട് വർക്ക് ചെയ്യിപ്പിക്കാം. അതുപോലെ തന്നെ നമ്മുടെ HSSനെ അപേക്ഷിച്ചിട്ട് എത്രയാണ്? 50 ടൈംസ് ഗ്രേറ്റർ അല്ലെ, ഗ്രേറ്റർ സ്പീഡിൽ നമുക്ക് വേണമെങ്കിൽ എന്തിനാ ഇതാക്കാം? ഡയമണ്ട് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ കട്ടിംഗ് സ്പീഡ് ഡയമണ്ട് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാനാണ് പറയുന്നത്. ഡയമണ്ട് ഈസ് ഇൻകംപ്രസിബിൾ അല്ലെ, കംപ്രസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. റെഡിലി കണ്ടക്ട്സ് ഹീറ്റ് ആൻഡ് ലോ കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ ഉള്ളതിൽ വെച്ചിട്ട് കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷന്റെ വാല്യൂ കുറഞ്ഞിരിക്കും. നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു അല്ലെ, നമ്മുടെ കയ്യിലിരിക്കുന്ന നല്ലൊരു കട്ടിംഗ് ടൂളിന്റെ പ്രോപ്പർട്ടി നിങ്ങൾ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന സംഭവത്തിനകത്തുള്ള ഫ്രിക്ഷണൽ കോയിഫിഷ്യന്റെ വാല്യൂ കുറഞ്ഞിരിക്കണമെന്ന് ഓൾറെഡി നമ്മൾ കണ്ടു. അപ്പം ഇതിനകത്ത് ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും കുറവായിട്ടുള്ള ഫ്രിക്ഷണൽ കോയിഫിഷ്യന്റ് വരുന്നത് ഡയമണ്ട് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും. ഡയമണ്ട് ആർ സ്യൂട്ടബിൾ ഫോർ കട്ടിംഗ് വെരി ഹാർഡ് മെറ്റീരിയൽ അല്ലെ, ഭയങ്കര ഹാർഡ് ആയിട്ടുള്ള മെറ്റീരിയൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സച്ചാസ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഗ്ലാസ്, നോൺ ഫെറസ് മെറ്റീരിയൽ, പ്ലാസ്റ്റിക്സ്. അതായത് ഹാർഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കും പെട്ടെന്ന് പൊട്ടുക. ഡൗട്ട് ഉണ്ടോ? ഹാർഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കും പെട്ടെന്ന് പൊട്ടുക, അതായത് ബ്രിട്ടിൽ ആവുക. ബ്രിട്ടിൽ എന്ന് പറഞ്ഞ സാധനം ആ പ്രോപ്പർട്ടിയാണ്. പൊട്ടുക എന്ന് ഉദ്ദേശിക്കുന്നത് ബ്രിട്ടിൽ ആയിരിക്കും. അല്ല, ഗ്ലാസ് എന്നറിയപ്പെടുന്ന ആക്ച്വലി ഹാർഡർ ആണ്. അതിന് നമുക്ക് വേറെ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ നമുക്ക് ഡയമണ്ട് കട്ടർ ഉപയോഗിച്ചിട്ട് മാത്രമേ കട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതായത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കട്ടിംഗ് പോസിബിൾ ആണെങ്കിൽ അല്ലെ, നിങ്ങൾ ഒരു കറക്റ്റ് ഒരു വര ഇട്ടിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കട്ടിംഗ് പോസിബിൾ ആണെങ്കിൽ അതിനെക്കാട്ടി നല്ലൊരു ഹാർഡ്നെസ് വരുന്ന ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് മാത്രമേ കട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. നോക്കിയേ, പോളി ക്രിസ്റ്റലൈൻ ഡയമണ്ട് PCD, ദ ടൂൾ ലൈഫ് ഈസ് 30 ടൈംസ് ദാറ്റ് ഓഫ് കാർബൈഡ് അല്ലെ. ഇങ്ങനെ ഒരു സാധനം കൂടെ ഉണ്ട്, PCD എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പോളി ക്രിസ്റ്റലൈൻ ഡയമണ്ട് എന്ന് അറിയപ്പെടുന്ന ഒരു സാധനമുണ്ട്. അത് എടുക്കുകയാണെങ്കിൽ നമ്മുടെ കാർബൈഡിനെ അപേക്ഷിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ ടൂൾ ലൈഫ് എന്നറിയപ്പെടുന്നത് 30 ടൈംസ് ആയിരിക്കും. 30 മടങ്ങ് ഇതിനെ അപേക്ഷിച്ചിട്ട് ഇത്രയും കൂടുതൽ ഉണ്ടെന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? The following picture shows the comparison of various material in terms of their properties. ഈ മേളിൽ തന്നിരിക്കുന്ന സാധനം, ഈ റൈറ്റ് സൈഡിലോട്ട് പോകുന്ന സാധനം ടഫ്നെസ്സും ഈ മേളിലോട്ട് പോകുന്ന സാധനം ഹാർഡ്നെസ്സും ആയിരിക്കും അല്ലെ, ഹാർഡ്നെസ് കൂടുതലായിട്ടുള്ളത്. അപ്പൊ നമ്മൾ അടുത്ത ഹാർഡ്നെസ് കൂടുതലായിട്ടുള്ള ഏറ്റവും വലിയ മെറ്റീരിയൽ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിൻറ്റേർഡ് ഡയമണ്ട് ആണ്.
ഓക്കെ, ഇങ്ങനെ ഡയമണ്ട് തന്നെ ഒരുപാട് പ്രോസസ്സുകളിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരുപാട് ടൈപ്പ് ഓഫ് ഡയമണ്ടുകളും കാര്യങ്ങളുണ്ട്. അവിടെ അവന്മാർ തൽക്കാലത്തേക്ക് കൊടുത്തിരിക്കുന്ന, നേരത്തെ നമ്മൾ കണ്ടില്ലേ സിൻറ്ററിങ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് കണ്ടില്ലേ, അപ്പൊ അങ്ങനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡയമണ്ട് ആണ് സിൻറ്റേർഡ് ഡയമണ്ട്. അതിന്റെ ഹാർഡ്നെസിന്റെ പ്രോപ്പർട്ടി ഭയങ്കര കൂടുതലായിരിക്കും. ഇനി ഡയമണ്ട് കോണിങ് എന്ന് പറഞ്ഞ സാധനം, അതുപോലെ സിൻറ്റേർഡ് CBN, ക്യൂബിക് ബോറോൺ നൈട്രൈഡ് എന്നാണ് അറിയപ്പെടുന്നത്. ക്യൂബിക് ബോറോൺ നൈട്രൈഡ് എന്ന് പറയും കേട്ടോ. CBN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂബിക് ബോറോൺ നൈട്രൈഡ് കേട്ടോ, ക്യൂബിക് ബോറോൺ നൈട്രൈഡ്. ഇനി സെറാമിക്സ് എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഹാർഡ്നെസ് മറ്റേതിനെക്കാട്ടി കുറവായിരിക്കും. ഇനി കോട്ടഡ് സെർമേറ്റ്സ് ഉണ്ട്, അലുമിനിയം ഓക്സൈഡ് വരുന്ന സാധനം, കോട്ടഡ് കാർബൈഡ്, സെർമേറ്റ്സ്, സിമെന്റഡ് കാർബൈഡ്, മൈക്രോ ഗെയിൻ സിമെന്റഡ് ഉണ്ട്, കോട്ടഡ് HSS, പവർ HSS. അപ്പൊ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഭയങ്കര ഹാർഡ്നെസ് ഇരിക്കുന്ന സാധനത്തിന്റെ ടഫ്നെസിന്റെ വാല്യൂ എത്ര ആയിരിക്കും? എങ്ങനെ ഇരിക്കും? നമുക്ക് നല്ല ഹാർഡ്നെസ് ഇരിക്കുന്ന ഡയമണ്ട് ഒക്കെ എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ടഫ്നെസിന്റെ പ്രോപ്പർട്ടി കുറവായിരിക്കും അല്ലെ? ഒരെണ്ണം നോക്കി, ടഫ്നെസ്, അതായത് ഹാർഡൻ ആയിരിക്കുന്ന സാധനം, ഭയങ്കര ഹാർഡ് ആയിട്ടിരുന്ന സാധനത്തിന്റെ ടഫ്നെസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ഇമ്പാക്ട് റെസിസ്റ്റൻസ്. പെട്ടെന്ന് ഒരു ഇടി വന്നു കഴിഞ്ഞാൽ പൊട്ടി പോവോ ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊട്ടി പോകും അല്ലെ? നമ്മുടെ ഹാർഡ്നെസ് എന്ന് പറഞ്ഞ സാധനം അങ്ങനെയല്ല. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന്റെ പുറത്ത് നിങ്ങൾക്ക് ഒരു ഇൻഡിക്കേഷൻ മാർക്ക് എന്ന് പറഞ്ഞ സാധനം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരിക്കും. നമ്മുടെ ഡയമണ്ടിന്റെ പുറത്ത് ഒരു എന്താണ് ഒരു എന്തെങ്കിലും ഒരു സംഗതി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതിന്റെ പുറത്ത് എന്ത് ചെയ്യുന്ന ഒരു പാട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരിക്കും. അപ്പൊ അതാണ് ഹാർഡ്നെസ് എന്നറിയപ്പെടുന്നത്. അതേസമയം ടഫ്നെസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? അതിന്റെ ഇമ്പാക്ട് റെസിസ്റ്റൻസ്. പെട്ടെന്ന് ഒരു അടി വന്നു കഴിഞ്ഞാൽ അത് താങ്ങാനുള്ള കഴിവ്. ഇപ്പൊ ഡയമണ്ടിനൊക്കെ ആണെങ്കിൽ ഒരു പെട്ടെന്ന് ഒരു അടി വന്നു കഴിഞ്ഞാൽ പൊട്ടിപ്പോകാനുള്ള സാധ്യതയാണ് ഉള്ളത്, അല്ലാതെ ഇതാവാനുള്ള ഇതില്ല. ജസ്റ്റ് ഒരു ഇത് നോക്കിക്കോളണം കേട്ടോ, ആ ഒരു ഡിഫറൻസ് നോക്കി വെക്കണം. അതേസമയം നമ്മുടെ HSS ഒക്കെ എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? അത്രയും ഹാർഡൻ അല്ല, പകരം എന്താ പ്രത്യേകത? അത് ടഫൻ ആണ്. ഭയങ്കര ടഫ്നെസ് ഭയങ്കര കൂടുതലായിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കും. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ചുമ്മാ ഒരു കമ്പാരിസൺ എന്നുള്ള രീതിയിൽ പഠിച്ചു വെച്ചിരിക്കുക. ഏതാണ് നമ്മളിപ്പോ പഠിച്ചിരിക്കുന്ന ഓർഡർ ആണ് ആക്ച്വലി എന്തിന്റെ ഓർഡർ? നല്ല ഹാർഡ്നെസിന്റെ ഓർഡർ ആയിരിക്കും നമ്മൾ പഠിച്ചിരിക്കുന്നത്. നമ്മളിപ്പോ പഠിച്ചു വെച്ചിരിക്കുന്ന സാധനത്തിന്റെ ഓർഡർ എന്നറിയപ്പെടുന്ന ഹാർഡ്നെസ്. ഇപ്പൊ ഓൾറെഡി പഠിച്ചത് എന്നറിയപ്പെടുന്നത് കാർബൺ സ്റ്റീൽ ആയിരുന്നു. കാർബൺ സ്റ്റീൽ കഴിഞ്ഞിട്ട് HSS ആയിരുന്നു. HSS കഴിഞ്ഞിട്ട് എന്തായിരുന്നു? നമ്മൾ സ്റ്റെലൈറ്റ് ആയിരുന്നു. സ്റ്റെലൈറ്റ് കഴിഞ്ഞിട്ട് പിന്നെ കാർബൈഡുകളായി. കാർബൈഡുകൾ തന്നെ ഒരുപാട് ടൈപ്പ് ഉണ്ടായിരുന്നു അല്ലെ? കോട്ടഡ് കാർബൈഡ് എന്നുള്ള സാധനമായി. കോട്ടഡ് കാർബൈഡ് കഴിഞ്ഞിട്ട് സെർമെറ്റ്സ് ആയി. ആ, ഹാർഡ്നെസ് കൂടി കൂടി വരും. ഹാർഡ്നെസ് ഏറ്റവും കുറവ് വന്നിട്ട് അതാണ് നമ്മുടെ കാർബൺ സ്റ്റീലിനായിരിക്കും ഹാർഡ്നെസ് ഏറ്റവും കൂടുതൽ. പക്ഷെ ടഫ്നെസ് ഉണ്ട്, അത്യാവശ്യം ടഫ്നെസ്സും കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, HSS-നായിരിക്കും. അത് വാല്യൂ ഒക്കെ വേണമെങ്കിൽ പഠിക്കണം കേട്ടോ, വേണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ പഠിക്കാൻ വേണമെങ്കിൽ. ടഫ്നെസിന്റെ വാല്യൂസ്, ടഫ്നെസിന്റെ ആ ഒരു മറ്റേ ഐസോഡ് ചാർപ്പി എന്നൊക്കെ കിട്ടുന്ന വാല്യൂസ് ഉണ്ടല്ലോ, അത് നമ്മൾ എവിടെയൊക്കെ ചെയ്തിട്ടില്ലേ? കാർബൺ സ്റ്റീലിലും ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ കട്ടിംഗ് ടൂളിന്റെ മെറ്റീരിയലൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് വേണമെങ്കിൽ എടുത്ത് നോക്കാം താല്പര്യം ഉണ്ടെങ്കിൽ. അത് പിന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളിപ്പം പറയുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ പഠിച്ചതും, അതായത് നമ്മളൊരു ടാബുലാർ കോളം പഠിച്ചില്ലേ? അപ്പൊ ടാബുലാർ കോളം പഠിച്ചതെന്ന് പറഞ്ഞാൽ ബേസിക്കിന്റെ ഐഡിയ. ആ ബേസിക് ഐഡിയയിൽ ആ ഒരു ടാബുലാർ കോളത്തിൽ നമ്മളൊരു കട്ടിംഗ് ടൂൾ ആയിട്ട് നമ്മൾ ഒരു സാധനം ഉപയോഗിച്ചു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെറ്റൽ മാറുന്നതനുസരിച്ചിട്ടുള്ള എന്താണ് കട്ടിംഗ് സ്പീഡും അതുപോലെ ഫീഡും ആയിരുന്നു. അപ്പൊ ഏതിന്റെ ആയിരുന്നു നമ്മൾ പഠിച്ചത്? ഏത് കട്ടിംഗ് ടൂളാ പഠിച്ചത്? നമ്മളെ ഒരു ടാബുലാർ കോളം പഠിച്ചില്ലേ? അതായത് ഒരു കട്ടിംഗ് ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്കൊരു വർക്ക് പീസിനെ കട്ട് ചെയ്യാനാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്തായിരുന്നു കട്ടിംഗ് സ്പീഡും ഫീഡും പഠിച്ചു. ഓക്കെ, അപ്പം ഏത് HSS-ന്റെ അപ്പൊ കാര്യം എന്താ? HSS പഠിക്കാനുള്ള കാര്യം എന്താ? HSS ആണ് നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമ്മുടെ വർക്ക്ഷോപ്പിലായിരുന്നാലും ശരി തന്നെ, എല്ലാ സ്ഥലത്തിലായിരുന്നെങ്കിൽ നമ്മൾ മിക്കവാറും നമ്മൾ ഉപയോഗിക്കുന്ന HSS ആണ്. നമ്മളിപ്പം കാർബൺ സ്റ്റീൽ പഠിച്ചിട്ടുണ്ടെങ്കിലും കാർബൺ സ്റ്റീൽ പണ്ട് കാലങ്ങളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതും ഈസിലി അവൈലബിൾ ആയതുകൊണ്ട് മാത്രമാണ് കാർബൺ സ്റ്റീലിന്റെ കേസ് പറയുന്നത്. നമ്മുടെ ടാബ്ലാർ ഇതെടുത്ത് നമ്മളെ ഇപ്പൊ ഒരു ഫിഗർ എടുത്ത് കഴിഞ്ഞ സമയത്തും നമുക്ക് എന്താണ് നമ്മളിൽ ഇത് HSS തൊട്ടല്ലേ തുടങ്ങിയിട്ടുള്ളത്? നമ്മുടെ കാർബൺ സ്റ്റീലിന്റെ കേസ് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം അതുകൊണ്ട് HSS പഠിക്കുന്നതായിരിക്കും നല്ലത്. മറ്റൊന്ന് മോസ്റ്റ് കോമൺലി ഉപയോഗിക്കാത്തതുകൊണ്ട് ചിലപ്പോൾ അവന്മാര് വെറുതെ വിട്ടതായിരിക്കും. അതുപോലെ ഹീറ്റ് റെസിസ്റ്റൻസും അതുപോലെ തന്നെ വിയർ റെസിസ്റ്റൻസും ഒക്കെ ഇല്ലാത്തത് കൊണ്ട് അതിനെ വിട്ടതുകൊണ്ടായിരിക്കും കേട്ടോ. ക്ലിയർ അല്ലേ? ഇനി നമ്മള് അടുത്ത ഇതിൽ നോക്കിയാലേ ഇനി തീരത്തുള്ളൂ, അല്ല ഇപ്പോഴത്തെ തീരൂല. ഇതിലെന്താണ് ഇത് ഇങ്ങനെ പഠിക്കാനാണ്. ഈ സാധനം ഒന്നും പഠിക്കണ്ടല്ലോ, പഠിക്കണോ? വേണ്ടല്ലോ. ടൂൾ ഇൻസേർട്ട്
ആ അല്ല, ഇതില് ഫസ്റ്റ് ലെറ്റർ, സെക്കൻഡ് ലെറ്റർ, തേർഡ് ലെറ്റർ, ഫോർത്ത് ലെറ്റർ അത് മാത്രം പഠിച്ചാൽ പോരെ? ആ ആ ആ ഓക്കെ. അപ്പൊ ഇപ്പൊ നമ്മള് ഓക്കെ, നമ്മള് ഇത് ഇതിപ്പം തുടങ്ങിയാൽ തീരൂല. ഒരു ക്ലാസ് എടുക്കാം. കട്ടിങ് ഇല്ല ഇല്ല, ഇത് മാത്രം നോക്കിയത് ഫസ്റ്റ് ലെറ്റർ എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, സെക്കൻഡ് എന്തിനാണ്, തേർഡ് എങ്ങനെയാണ്, എത്ര വെച്ചിട്ടാണ്, മാക്സിമം എങ്ങനെയാ വരെയാണ്. ആ ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴെണ്ണം അല്ലേ, 7 ലെറ്റർ അല്ലേ ഇപ്പൊ നമ്മൾ പഠിക്കുന്ന 7 ലെറ്റർ ആണ്. പക്ഷെ മാക്സിമം ഒരു 9 ലെറ്റർ വരുന്ന സാധനമുണ്ട്. പക്ഷെ 7 വരെയുള്ള സാധനത്തിന് ഫസ്റ്റ് ലെറ്റർ എന്തിനാണ്, സെക്കൻഡ് ലെറ്റർ എന്തിനാണ് അല്ലേ, നമ്മുടെ ഇതിന്റെ ഷേപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഓരോന്നായിട്ട്. നോക്കോളാം. ഓക്കെ, ഇനി ഇത് പരിപാടി കഴിഞ്ഞു. ടൂൾ ജോമെട്രി, റൂളിംഗ് സിസ്റ്റം, ടൈപ്പ് ഓഫ് ഓഫ്സെറ്റ് കണ്ടു. ഇതുണ്ടല്ലേ, ഹീറ്റ് റേഷ്യോ ഈസ് എ കോൺസ്റ്റന്റ്, അത് നോക്കണം. ഇത് പിന്നെ നോക്കണം. ടൂൾ ലൈഫ് അടുത്തേന്ന് നോക്കുന്നുണ്ട്. ഓ ഓക്കെ.